ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ വീട്ടിലൊക്കെ എന്ത് ഫെസ്റ്റിവൽ ഉണ്ടെങ്കിലും പ്രഭാത ഭക്ഷണം എന്ന് പറഞ്ഞാൽ പഴമുറുക്കും പപ്പടവും ആയിരിക്കും കേട്ടോ. അമ്മ ഒരു വെറൈറ്റി ആയിട്ട് ഒരു പഴമുറുക്ക് ഉണ്ടാക്കും. വെറൈറ്റി എന്ന് പറയാൻ കാരണം ഈ പഴമുറുക്ക് എല്ലാവർക്കും അങ്ങോട്ട് തികയില്ല. ഇത് തയ്ക്കാൻ വേണ്ടിയുള്ള സൂത്രമാണ് അമ്മ ഉപയോഗിക്കുക. അവില് പഴമുറുക്ക്. ആ പഴമുറുക്കാണ് ഇന്ന് നമ്മുടെ റെസിപ്പി. 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് പഴുത്തിട്ടേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ കയ്യിൽ നല്ല പഴുപ്പുള്ള പഴമാണെങ്കിൽ അത് എടുത്തോളൂ. അതാണ് കൂടുതൽ സ്വാദ് ഉണ്ടാവുക. ഇത് കഴുകി എടുത്തിട്ട് വരാം. ഈ പഴം നമുക്ക് 3 കഷ്ണമായിട്ട് മുറിച്ചെടുക്കാം. ഇത് ഇനി ആവി കയറ്റി എടുക്കാം കേട്ടോ. 10-15 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ പഴം നല്ലോണം വെന്തോളൂ. പഴം വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ 1/2 കപ്പ് അവിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഏത് അവിലായാലും കുഴപ്പമില്ല കേട്ടോ. അവില് നല്ലോണം റോസ്റ്റായി ഇതൊന്ന് പൊടിച്ചെടുക്കാം. നമുക്ക് പൊടിച്ചെടുത്ത അവിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫൈൻ അരിപ്പൊടി, 1/4 ടീസ്പൂണിലും കുറവ് ഏലക്കാപ്പൊടി. ഏലക്ക ആണെങ്കിൽ 1 എണ്ണ ഇട്ടോളൂ കേട്ടോ. 2 ടീസ്പൂൺ ശർക്കര പൊടിച്ചത്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടിച്ചെടുത്ത മിക്സ് പ്ലേറ്റിലേക്ക് ഇടുന്നുണ്ട്. ഇളം ചൂടുവെള്ളം തളിച്ച് കൊടുത്ത് ഒരു ഡോ ആക്കി എടുക്കാം. നമുക്കിങ്ങനെ കൈ വെച്ച് കുഴയ്ക്കാൻ പാകത്തിനുള്ള ചൂട് മതിയിട്ട് വെള്ളത്തിന്. പഴം വെന്തുണ്ടാവും. അവില് കുഴച്ചെടുത്തിട്ടില്ല കേട്ടാ. അതിൻ്റെ ഇടയിൽ പഴം വെന്തു. ഇനി നമുക്ക് ഇത് മാറ്റിയിട്ടും തണുക്കാനായിട്ട് വെക്കാം. അപ്പം നമ്മൾ ഒരു ഡോ പോലെ ആക്കിയെടുത്തു. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കണം കേട്ടാ. എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്ര ചെറുതാക്കിക്കോളും. ഇത്രയും വലിപ്പത്തിലുള്ള ബോൾസ് ആണ് ആക്കണത്. എല്ലാം നമുക്ക് അതുപോലെ ആക്കിയെടുക്കാം. എല്ലാം നമ്മൾ ബോൾസ് ആക്കിയെടുത്തു. ഇനി ഇത് 5 മിനിറ്റ് ആവി കയറ്റി എടുക്കാം. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ആവി കയറ്റിക്കോളും. അവലുണ്ട് വെന്തുണ്ടാവും കേട്ടോ. ഇത് മാറ്റിയിട്ട് നമുക്കൊരു പാൻ വെക്കാം. 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യിലേക്ക് കുറച്ച് കാഷ്യൂ റോസ്റ്റ് ചെയ്തെടുക്കാം. കാഷ്യൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ. കാഷ്യൂ പാനിന് മാറ്റുന്നുണ്ട് കേട്ടോ. കാഷ്യൂ വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി എന്ന് പറയാൻ കാരണം സാധാരണ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കാഷ്യൂ ഒന്നും ചേർക്കില്ല. ഞാൻ ഇപ്പോൾ വീഡിയോന് വേണ്ടി മാത്രം കാഷ്യൂ ഇട്ടേക്കണേ. നെയ്യിലേക്ക് 3 ടേബിൾ സ്പൂൺ ശർക്കര ചേർക്കുന്നുണ്ട്. പൊടിച്ച ശർക്കരയാണ്. 1 ടീസ്പൂൺ വെള്ളം ചേർക്കാം. നിങ്ങൾ എടുക്കണ ശർക്കരയിൽ പൊടിയോ മണ്ണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉരുക്കിയിട്ട് അഴിച്ച് ഇതുപോലെ ചേർത്താൽ മതി. ശർക്കര ഉരുക്കിയിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, ഒരു നുള്ളു ഉപ്പ്, 1/2 ടീസ്പൂൺ കറുത്ത എള്ള് എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കണ പഴം ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്ത് 1 മിനിറ്റ് നല്ലോണം തിളച്ചോട്ടെ. 1 മിനിറ്റ് നല്ലോണം തിളച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ ബോൾസ് ഇട്ട് കൊടുക്കാം. ബോൾസ് ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ള പാലാ ചേർക്കണേ. മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ചെറുകിയ നാളികേരം ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. 1 മിനിറ്റ് ഇത് കുക്കായിക്കോട്ടെ. നമ്മുടെ പഴമുറുക്ക് റെഡി ആയിട്ടാ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ കാഷ്യൂ ചേർത്ത് കൊടുക്കാം. ഇനി 2 പപ്പടം കൂടി കാച്ചി കഴിച്ചാൽ മാത്രം മതി. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.